അങ്ങനെയല്ലേ നമ്മൾ ഈ കാണുന്ന എന്നെ ഫ്രണ്ടിന്റെ കാറാണ് ശ്രദ്ധിച്ച പോവാ. നാളെ എന്റെ വണ്ടി എടുക്കാൻ വേണ്ടി എന്റെ പുതിയ കാർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിൽ 2 ആഴ്ചയായി ഞാൻ ബുക്ക് ചെയ്ത. ഇനി നാളെ ഞാൻ ഡെലിവറിയാ. അനിയന്മാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. ആദ്യം ഷോറൂമിൽ പൊട്ടിച്ച ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാണ്. അത്യാവശ്യം സാറ് ഇരിക്കുന്നുണ്ടെന്നാണ് പറയട്ടെ. നല്ല പറയും ആരിക്കല്ലേ കാശ്. എന്റെ ആണെങ്കിൽ അച്ഛൻ ഇങ്ങനത്തെ വണ്ടികളൊക്കെ പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പനാ വിചാരിച്ചു ഒരു നല്ല ജോലിക്ക് കയറാന്നൊക്കെ വിചാരിച്ചത്. നല്ല ജോലിക്ക് കയറി, നല്ല റിച്ച് ജോലിക്ക് കയറാന്ന് വിചാരിച്ചു. അപ്പൊ നല്ല പൈസയും കിട്ടി, കാറൊക്കെ കിട്ടുന്നു. അച്ഛന് ലംബോർഗിനി കാർ ഇഷ്ടമാണ്, ഫെറാറി സത്യത്തിൽ താല്പര്യമില്ല. ജോർജ് ഇഷ്ടമാ, ചലഞ്ചർ ഇഷ്ടമാ, സൂപ്പർ ഡോർ എല്ലാ വണ്ടികളും ഇഷ്ടമാണ്. മസിൽ കാർ ഇഷ്ടമാണ്, ബുഗാട്ടി ഇഷ്ടമാണ്, ലംബോർഗിനി ഇഷ്ടമാണ്. ഫേവറേറ്റ് ബുഗാട്ടിയാണ്. നിങ്ങൾ ബുഗാട്ടി ഉണ്ടാക്കി പിന്നെ ഓക്കെ നമുക്കത് നേരെ പോവാൻ. എന്റെ കൂട്ടുകാരന്റെ പണ്ട് ഓടിക്കുന്ന വണ്ടിയായിരുന്നു. പണ്ടൊക്കെ ഓടിച്ചാൽ ചെറിയ വണ്ടി മറക്കാൻ കഴിയും. അവന് കൊടുക്കാൻ ഞാൻ പറയുന്ന കൊടുക്കുന്നടാ. ഈ വണ്ടി ഓടിച്ചത് മറക്കാൻ കഴിയും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു വണ്ടി. എടുത്താൽ ഇങ്ങനത്തെ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊടുക്കാനേ തോന്നുന്നില്ല. അവൻ കൊടുക്കാൻ ഇഷ്ട വർഷങ്ങളായിരുന്നു. നമ്മള് പരിക്ക് കിടക്കുക. പണ്ടൊക്കെ അങ്ങനെ ഓടിച്ചില്ല. ഞാനേയും വണ്ടി തൊട്ടല്ല അവര് കണ്ടു. പിന്നെ വേറെ ഈ വണ്ടി ഓടിച്ച് മടുത്തു. വേറെ കാറുമില്ല എടുക്കാമെന്നും പറഞ്ഞു. വേറെ കാറെടുത്ത് അവന് വേഗണർ എടുക്കാം പറഞ്ഞു. കുട്ടിയാണെങ്കിൽ കുറച്ച് ദിവസമായി പണ്ടാണ് ഇറങ്ങിയത്. അവൻ വേഗണർ എടുക്കാണ്ട് നോക്കി. അന്ന് വേഗണർ എടുത്ത് ഞാനും വണ്ടി ഇടക്കിടക്ക് ഓടിക്കും. പക്ഷെ കൂടുതലൂടി വേഗണറാണ്. എനിക്ക് പക്കാൻ ചെയ്തില്ല. എനിക്ക് മറക്കാനേ കഴിഞ്ഞിട്ടില്ല. അത്രയും കൊണ്ടുവരുന്ന വണ്ടി എങ്ങനെ കൊണ്ടുവരണമെന്ന വണ്ടിയെ എങ്ങനെ ഇത് ചക്കാകുന്നുണ്ടോ? ഇതാണ് ഈ വളയുമ്പോ ചേർന്നിട്ട് ബ്രേക്ക് പിടിക്കുമ്പോ ഇവിടെ അങ്ങനെ നല്ല വളർച്ചയായിരിക്കും. ഇതൊക്കെ ഉണ്ടാക്കുന്നത് പുറത്തോട്ട് വെട്ടി പോവാ. ഇഞ്ചിക്കകത്ത് വിട്ടാറുടെ കൂട്ടല്ല നമുക്ക് പറന്നത് കൂടെ ഇങ്ങനെ കയറി വഴി കയറും. കൂടെ പോവാൻ പറ്റില്ല. വേറെ കയറി പോവാൻ വണ്ടി അവൻ കൊറേ തട്ടിച്ചിട്ടുണ്ട്.
പക്ഷെ ഞാൻ പോലും തട്ടിച്ചിട്ട് ഇയാളിത് എടുക്കൊണ്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ടോ? എടാ ഒന്ന് ബസ്സുകാരാണ് ബസ്സുകാരൊന്ന് എടുക്കൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോ അവിടെ ഇപ്പോഴത്തെ ബസ്സുകാർക്ക് മൊണ്ടയായി ബസ്സുകാരിക്കൊക്കെ ബാക്കി പോവാ നമ്മളെ ബാക്കി നമ്മളാദ്യമേ പോകണം വേറെ നിങ്ങളൊക്കെ പറയാം ആളും പക്ഷെ നിങ്ങളൊക്കെ എന്താ ഇതിന്റെ സ്പീഡ് കണ്ടല്ലേ ലോകത്ത് ഒറ്റ മനുഷ്യന് പോലും ഇല്ല ഇങ്ങനത്തെ വണ്ടി ചുറ്റി അപ്പഴേ ഈ വണ്ടിയാടിന് നാട്ടെയുള്ള ലോകത്തിടക്കൊരു വണ്ടിയുണ്ട് ഒരു ചെറിയൊരു വണ്ടിയുണ്ട് കുഞ്ഞിന് ആൾട്ടോ ആ വണ്ടിയൊക്കെ ആയിരുന്നു കളിക്കുന്നത് ഈ വണ്ടിയാണ് വാഗണർ അവന്റെ വീട്ടിൽ കിടക്കുന്ന വാഗണർ അവനില്ല ഞാനാണിത് ഓടിക്കുന്നത് ഇതൊക്കെയാണ് ഉള്ളത് ഇത് എന്റെ വീട്ടിലോട്ടാണ് എന്റെ വീട്ടിലോട്ട് എന്റെ അച്ഛനെ പോകണം അച്ഛനെ കാണാനൊന്നും അച്ഛനെ എടുത്ത് പിക്ക് അച്ഛനില്ല അച്ഛമ്മ ഉമ്മാനും വാപ്പാനും എന്റെ വാപ്പിന്റെയും ഉമ്മേന്റെയും എന്റെ പാപ്പിന്റെ ഉമ്മാമാനെ പിക്കാമോ പാപ്പിന്റെ ഉമ്മാനെ പിക്കാൻ പോണം വാപ്പിന്റെ വാപ്പാനെ പിക്കാൻ പോണം ഇയാളെ എടുക്കൊണ്ട് പോടാ ആ അപ്പുറത്തെ വഴിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട് ഈ വണ്ടി ഓടിക്കുമ്പോ എന്താ രസമല്ലേ ഇവിടെ നേരെ പോകണം നേരെ പോണ ലെഫ്റ്റ് എടുക്കണം മണ്ടേ പണ്ടേ അതുകൊണ്ട് നമ്മുടെ വണ്ടി നമ്മൾ എമ്മച്ചായി നമ്മുടെ എമ്മച്ചാൾക്കാരാണ് നമ്മൾ കിടക്കില്ല പക്ഷെ നമ്മൾ കേരളത്തിലെ കേരള പക്ഷെ ഗെയിമിലെ ആൾക്കാർ ഇങ്ങനെയൊന്നുമല്ല എമ്മച്ച എന്റെ കൂട്ടുകാരൻ വന്നു കഴിച്ചു അവൻ ജപ്പാനീന്ന് വന്നു ഇതിന്റെ ആണെങ്കിൽ അവനോട് എനിക്ക് കൊടുത്തു ഇന്ത്യക്കിടന്ന് റെഡിയാക്കി ഇന്നലെ ഇല്ലേ ഫോണിൽ ചാമ്പി ഇന്നലെയാണെങ്കിൽ വണ്ടി കൊണ്ട് ചാമ്പി ഇതവന്റെ സ്ഥിരം പരിപാടിയാണ് അപ്പൊ തന്നെ ചാമ്പം കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല ചാമ്പലം ഇതിന് ചാമ്പല് വണ്ടി ചാമ്പിയുടെ കൊണ്ടുള്ളൂ ആ മറ്റേ ഇവിടെ നമ്മളെ ദുരാഹരണമുണ്ട് ഇവിടെ നിൽക്കും കാരണം കയറി ഈ തന്നെ കയറിയാലും ആളെ എടാ ഇതിന്റെ അത്ര നമ്മളെ കണ്ടിട്ട് കുറെ നാളായാലും ഞാൻ കണ്ടിട്ട് ഈ വണ്ടിയിലോ ഈ വണ്ടിയിലാ പോകുന്നു
പിന്നെ അറിത്തോടെ ഐ കാരണം കുറച്ച് ദിവസം വെറൈറ്റി കാറിച്ചാണ് വിചാരിച്ചു ഓളം നിന്റെ പണ്ടോട്ടെ ഇതിലാവും ഞാൻ മറക്കും ഓ പണ്ടോട്ടെ നമ്മളിതില് വേറെ കാറൊന്നുമില്ല എന്റെ ഉള്ളിൽ തന്നെയാവും റിച്ച് വാൻ ആയപ്പോഴാണ് പുതിയ കാർക്ക് എടുത്തത് അതിനൊരിക്കലും മറക്കത്തില്ല ഇവിടെ ഇവിടെ നമുക്ക് പോകുന്നുണ്ട് ചാച്ചനെ പിക്ക് ചെയ്യാനാണ് നമ്മൾ ചേട്ടനെ പിക്ക് ചെയ്യാനല്ലേ നമ്മള് ബാക്കിൽ വിളിക്കണ്ടേ ചേച്ചനെ പിക്ക് ചെയ്തിട്ട് എന്താ പരിപാടി ചേച്ചനെ പിക്ക് ചെയ്തിട്ട് വേണ്ട ഒരു പരിപാടി ഇല്ല വെറുതെ എന്ത് പാർക്കിന് വല്ല എവിടെയെങ്കിലും പോവാ പാർക്കിന് വല്ല വേണമെങ്കിലും പോവാ അല്ലേ എടാ എനിക്കൊരു പരിപാടിയില്ലടോ ഇല്ലല്ലേ അന്നേ വീട്ടിൽ പോട്ടിരിക്കും ആ ഇവിടെ പോറണ്ട് അതുകൊണ്ട് എന്താണ് പതുക്കെ കൊണ്ടുപോയിട്ടോ എടാ ട്രെയിൻ നമ്മൾ ഫാസ്റ്റിൽ പോയടാ ഇവിടെയൊക്കെ നമ്മൾ കുറെ നമ്മളല്ലേ അല്ലെങ്കിലും നീ മൊത്തം വീട്ടിലാണല്ലോ എടാ വീട്ടിൽ ഒന്ന് പുറത്തോട്ടിറങ്ങി എടാ ഞാൻ നീ പണ്ടൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിട്ടോ എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലൊക്കെ ഇറങ്ങി എടാ എപ്പോഴെങ്കിലും ഇല്ലേ വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങും അല്ല ഫുൾ ടൈം വീട്ടിൽ കേട്ടാ മൊട്ടച്ച മടിയ ചുമ്മാ എടുത്ത് നമ്മൾ അച്ഛനെ നിൽക്കാൻ നീ ബ്ലോഗ് കാണാം അവിടെ ഈ ബ്ലോഗൊക്കെ തുടങ്ങി പണ്ട് ഇതേപോലത്തെ ബ്ലോഗിങ് ഇല്ലല്ലോ എടുക്കാന്ന് വിചാരിച്ചു നീ വഴിക്കൂടെ ഹൈവേയിലോട്ട് എടാ ആ വഴിക്കൂടെ എപ്പോഴെങ്കിലും വീട്ടിൽ ഇറങ്ങണം പുതിയ റോഡൊക്കെ ഇട്ട് പുതിയ മണ്ണൊക്കെ ഇട്ട് പുതിയ റോഡൊക്കെ ഇട്ടു ഫുൾ ടൈം വീട്ടിൽ ഇരുന്നാ പോരാ വല്ല എവിടെയെങ്കിലും പുറത്തോട്ട് അല്ല വീട്ടിൽ തന്നെ ചാടി ഇരിക്കരുത് ആ വീട്ടിൽ പുറത്തോട്ട് എന്താ ഒരു വണ്ടി വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ വേണ്ടിട്ട് നീ പതുക്കെ പതുക്കെ പോണ ഇച്ചിരി പണ്ടേ നമ്മളെ മറ്റേ ഇവനവിടെ രജന പിറ്റിയ ചുമ്മാ ഉണ്ട് അതുകൊണ്ട് പറ്റിക്കാന്ന് സീറ്റിന്റെ കവറിന് ഉള്ളിട്ടാന്ന് അല്ല സീറ്റിന് അതിന്റെ ഉള്ളിടാന്ന് ഉള്ളി കിടക്കുവായിരുന്നു അടി ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ഓ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അല്ലേ കൊള്ളോ അതായിരുന്നു എനിക്ക് ഇവിടെ ഇക്കിളി ചെറുതായിട്ട് ഇക്കിളി ഉണ്ടായിരുന്നു നിനക്കൊന്ന് പെണ്ണൊന്നും ബ്രേക്കപ്പ് അയ്യോ രാജപ്പൻ സംസാരിക്കണം അവളെ ബ്രേക്കപ്പ് എന്താ പോയി അടിക്കുക
എടാ പുതിയ ടാറൊക്കെ പുതിയ റോഡൊക്കെ പണിയതായി. ഈ റോഡൊക്കെ നമ്മള് കുറച്ച് ദിവസമായിട്ട് പോയില്ലായിരുന്നു. ഈ റോഡൊക്കെ പുതിയ ടാർക്കിട്ട് പുതിയ റോഡൊക്കെ പണിയുന്നു. ഓ പുതിയ ടാറൊക്കെ ഇട്ടുള്ളപ്പോ അത് വീഴുന്നു വീട്ടിന്ന് പറയും. എടാ പക്ഷെ ഇതിനെ കൂടെ ഇതിനെ കൂടെ വരാൻ നീ നിനക്ക് പിന്നെ ഹൈവേ കയറണമല്ലോ. ഹൈവേ കൂടെ അല്ലേ നിനക്ക് വരാൻ പറ്റുള്ളൂ. എനിക്ക് ഹൈവേ കൂടെ വരാൻ പറ്റും. ഇങ്ങനത്തെ റോഡൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചില്ലല്ലോ. പോലെ ഉണ്ട് ഇതിനകത്ത് സുന്ദര സ്ഥലത്തെ ഉണ്ട്. അന്ന് എഴുതിയിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട്. എടാ ഇവിടെ കാണിക്കണം. എന്താ കാണിക്കാൻ പറ്റും? കാണിക്കാം. എടാ ജാക്കേ ഇല്ലല്ലേ? ഉണ്ടടാ 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 സത്യ പോരാ പോലീസുകാരാ. അതെ പോലീസുകാരനല്ലോ എന്താ പോലീസുകാരോ അങ്ങോട്ട് ഓ എന്താണോ ചേച്ചി മൊത്തം പ്രോ റൈസറാണോ? അവിടെ പ്രോ ഇതല്ലേ ഇവിടെ രാജകുമാരിന്റെ കഥ. എടാ നമ്മൾ പറ്റിക്കടാ. നമ്മൾ ഈ വണ്ടിയുടെ നേരെ പോകാൻ നമ്മള് ബൈക്കിലാണ് പോകാൻ പോകുന്നത്. അപ്പൊ ഈ കാർ ഇവിടെ ഇടൂ, എന്റെ വീട്ടിലിടൂ. അപ്പൊ അവൻ പറഞ്ഞ അവന്റെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ എല്ലാം ഇനി എപ്പോഴും അവന്റെ വീട്ടിൽ ഗസ്റ്റ് തന്നെയാണ്. എന്റെ എടോ ഇവിടെയൊക്കെ ചെക്ക് പോസ്റ്റ് ഇവിടെ കണ്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് ഇവിടെ ചെക്ക് പോസ്റ്റ് കടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ. എടാ വേട്ടാളിയാ വീട്ടിൽ തന്നെ കുറെ നാൾ ഇരിക്കുന്നുണ്ട്. ഇടക്കിടക്ക് പുറത്തോട്ട് അത് ഇതെല്ലാം കാണുന്നു. എടാ തേടാ ട്രെയിൻ പണിയില്ല. ചോദിച്ചതേ ഉള്ളൂ, ആവശ്യമൊന്നും ഇല്ല. ഇല്ലായിരുന്നല്ലോ പണ്ട്. എടാ അവനാണെങ്കിൽ വെറുതെ ഇങ്ങനെ ഇടക്കൂടെ പോവാ. കേറിപ്പോയില്ല ഞാൻ വണ്ടിയൊക്കെ എടാ പാർക്കിലോട്ട് പോകുന്നില്ലടാ. പാർക്കിലോട്ട് പോയില്ല. അതെന്താ എടാ ഞാൻ ചുമ്മാ പറഞ്ഞാടായി. പിന്നെ എങ്ങനെ സഹിക്കോടാ ജാക്ക്? എടാ ജാക്കിലേക്ക് നമുക്ക് സഹിക്കാൻ പറ്റും അല്ലടാ? ആരടാ ജിജു? എടാ ഇവരെയൊക്കെ നമ്മളെ പരിചയപ്പെടുത്തിയായിരുന്നു. നീ ഇവരെ പരിചയപ്പെടുത്തി. നമസ്കാരം നമസ്കാരം അല്ലടാ മുസ്ലിം. അള്ളാഹു പറഞ്ഞ ഇവനെയൊക്കെയാണ് മലയാളം പഠിപ്പിച്ചത്. അത് നീ പഠിപ്പിച്ചത്. എടാ ഏത് ബൈക്ക് അടുത്തുള്ളു? എടാ ചോക്കെ ഞാൻ വണ്ടി വെച്ചിട്ട് പോയായിരുന്നു. എന്തോ പറഞ്ഞു വണ്ടി വെച്ചിട്ട് വരാം. ഈ വണ്ടിയിൽ തന്നെ പോയാ മതി. ഇഷ്ടംപോലെ വണ്ടി ഇല്ലടാ. ഒരെണ്ണമെങ്കിൽ സ്വന്തമാക്കിയിട പോഴായിട്ടാണ് ഒരു സ്ഥലം
ഉണ്ടല്ലോ പണ്ടേ കിടക്കും ഇഷ്ടംപോലെ ബൈക്ക്. R5 എടുക്കുന്നാണ് നിഞ്ച. എടാ R5 നിഞ്ച ഇപ്പൊ അടുത്താണ് ഇവിടെ കിട്ടാൻ പോലും ഇല്ല. ഇപ്പം വേറെ ജില്ലയെ വല്ല പറഞ്ഞു വെച്ചോളൂ. ചിലപ്പാണെങ്കിൽ ഈ വണ്ടി അവനെ എടുക്കും. അപ്പൊ അവനെ എടുക്കും, ചിലപ്പോ എടുക്കൂല. എടാ R5 എടുക്കലടാ വേറെ. എടാ എല്ലാത്തിനും പവറുള്ള വണ്ടിയാ. അപ്പൊ R5 എല്ലാത്തിനും പവർ ഉണ്ടല്ലോ. പവറില്ലാത്ത വണ്ടിയൊന്നും ഇല്ലല്ലോ. വാടാ അത് അവൻ ഷോപ്പ് കട്ടു. ഓ ഇവിടുത്തെ ഷോപ്പ് കട്ടു ഞാൻ നോക്കട്ടെ. എടാ ഇവനാണ് സംസാരിക്കുന്നത്. ആടെ ഇവൻ തന്നെയാണ്. ഇത് വരി ഇവരിതൊന്നും കേറിയിട്ടില്ലല്ലോ. എടാ ഈ വരി നമ്മൾ ഇടക്ക് പോയത് ഞങ്ങൾ പെട്ടുപോയി. നേരെ ഇവിടെ ഈ വരി കൂടെ ഇങ്ങനെ പോയി, ഇതിലേക്കൂടെ ഇങ്ങനെ പോയി. പിന്നെ വരി പിന്നെ നമ്മളെ പാർക്കിലോട്ടെത്തും. പിന്നെ നമ്മളെ പാർക്കിലോട്ടെത്തും. ഈ കൂടെ കൂടെ പോവാനുള്ള കൊറേ വഴിയുണ്ടായിരുന്നു. വണ്ടികൾ ഇറങ്ങാറേയും ആ വഴി കൂടെയാണ് നമ്മൾ ഇതിലെ കൂടെയാണ് വരാറുള്ളത്. പാർക്കിങ് പണ്ടത്തെ കാലത്ത് പോകും. പക്ഷെ ഇപ്പം എനിക്ക് വീട്ടിൽ ഇറങ്ങിയിട്ടില്ല. പണ്ടത്തെ കാഴ്ച പോലെ ഇടക്കിടക്ക് പണിങ്ങനെ പോവാ. അതിനെങ്ങോട്ട് പോടാ? പോയി സ്ഥലവും ഈ സിറ്റി എനിക്ക് ഷോറൂമിൽ കാര്യമുണ്ട്. നിങ്ങള് വരുന്ന ഇല്ല ഞങ്ങളും ഉണ്ടോ കിട്ടുന്നില്ലെന്നോടെ കേളിച്ച കൂടി എനിക്ക് ഒരുത്തരും ഓഫീസിൽ അവര് പവറിന് അല്ലടാ ഇങ്ങോട്ട് കൊണ്ടുപോയി പഠിക്കും. കൊച്ചു വണ്ടി വരെ അവരായിരുന്നു ആദ്യം പേരുണ്ട കൊച്ചു വണ്ടി. അതാണ്ട് ഇവരുടെ പാടും പറഞ്ഞനുസരിച്ച് നീ ചാണകം ഇടടാ. അയ്യേക്ക് ചാണകം ചാണകോ അവിടെ സൂപ്പർ എഞ്ചിനീയറാണ്. ബൈ ബൈ.